UDF യോഗത്തിന്റെ പിറ്റേന്ന് തരൂർ വിവാദവും പാർട്ടി പുനഃസംഘടനയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ച ചെയ്യാൻ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ അതിനുള്ള ഒരുക്കം വളരെ നേരത്തെ ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയിലാണ് യോഗമെന്നതാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ സംസ്ഥാനത്ത് ശശി തരൂരിനെ ചുറ്റിപ്പറ്റി നിലവിലുണ്ടായ വിവാദം, പാർട്ടി പുനഃസംഘടന എന്നിവയെ സംബന്ധിച്ചുമെല്ലാം തന്നെ ചർച്ചയും ചില നിർണായക തീരുമാനങ്ങളും ഉണ്ടാകും. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുമായും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രശ്നങ്ങൾ വലിച്ചു നീട്ടാതെ തന്നെ അടിയന്തരമായി പരിഹരിക്കുന്നതിന് സംസ്ഥാന നേതാക്കളെയും MP-മാരെയും ഡൽഹിക്ക് വിളിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയെ തലമുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമായ AK ആന്റണിയുടെ സംസ്ഥാന നേതാക്കളും വേണുഗോപാലും നേരിട്ട് ടെലിഫോണിലും ചർച്ച നടത്തും. സംസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങളായ KC വേണുഗോപാൽ, ഡോക്ടർ ശശി തരൂർ, രമേശ് ചെന്നിത്തല എന്നിവർക്ക് പുറമെ KPCC പ്രസിഡന്റായ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനറായ MM ഹസൻ, പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കമുള്ള MP-മാർ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ഭാരവാഹികൾ തുടങ്ങിയവർ വെള്ളിയാഴ്ചത്തെ സുപ്രധാന ചർച്ചകളിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച പരിപാടികൾ റദ്ദാക്കിക്കൊണ്ട് ഡൽഹിയിൽ എത്താനാണ് മുതിർന്ന നേതാക്കളോടും MP-മാരോടും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുള്ളത്. തരൂരിനെ പാർട്ടി ദേശീയ നേതൃത്വം കൈവിടില്ല എന്നും അദ്ദേഹത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകേണ്ടതിന്റെ ആവശ്യകത സംസ്ഥാനത്തും രാജ്യത്താകമാനവുമുണ്ട് എന്നും AICC-യുടെയും പാർട്ടി സമന്വിത നേതൃത്വത്തിന്റെയും വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ തരൂരിനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാനും അനുനയിപ്പിക്കാനും ശ്രമിക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് പാർട്ടി നേതൃത്വത്തിനുള്ളിലുള്ള ആശയവിനിമയത്തിന്റെ അപര്യാപ്തത പരിഹരിക്കുവാനും തീരുമാനങ്ങളുണ്ടാകും. യോഗത്തിൽ തനിക്കെതിരെ വിമർശനം ഉയർന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് തന്നെയായിരിക്കും തരൂരും എത്തുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ചതും LDF സർക്കാരിന്റെ വ്യവസായ നേട്ടങ്ങളെ പ്രകീർത്തിച്ചതും മോദിയുടെ അമേരിക്കൻ സന്ദർശനം സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. ഈ വിഷയങ്ങളെ ചുറ്റിപ്പറ്റി നടന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമവും യോഗത്തിൽ ചർച്ചയാകും. വിഷയത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ തരൂരിന്റെ നിലപാടിനെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. തരൂരിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകണമെന്നതിൽ സംശയമില്ല എന്നും, എന്നാൽ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാരിനെ പുകഴ്ത്തുന്ന നിലപാട് അംഗീകരിക്കാനാവില്ല എന്നതുമാണ് അവരുടെ നിലപാട്. ഇത് AICC-യെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിനു പുറമെ സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളും ഉണ്ടാകും. KPCC DCC അഴിച്ചുപണി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം സംസ്ഥാനത്ത് നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ വർഷം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങുന്നതിനാൽ തന്നെ അത് നേരിട്ടുള്ള മുന്നൊരുക്കങ്ങൾ സംബന്ധിക്കുന്ന തീരുമാനങ്ങളും യോഗത്തിലുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നോടി എന്ന നിലയിൽ പ്രവർത്തനം ഊർജിതമാക്കാനാകും നീക്കമുണ്ടാവുക. എന്നാൽ അതേസമയം തന്നെ ശശി തരൂർ കോൺഗ്രസിൽ തുടരാനുള്ള സാധ്യതയില്ല എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പ്രചരിച്ചിരുന്നു. അതായത് ശശി തരൂരിന്റെ യാതൊരു തരത്തിലുള്ള ഡിമാൻഡുകളും ആവശ്യകതകളൊന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുന്നില്ല. ഒടുവിൽ അദ്ദേഹം കേരളത്തിൽ ഒതുങ്ങിക്കൂടാൻ മുഖ്യമന്ത്രിയാകാം എന്നുള്ള തീരുമാനം പോലും പറയുന്ന സാഹചര്യത്തിൽ അതിനു പോലും അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന വലിയ മാനസിക സമ്മർദ്ദത്തിൽ തന്നെയായിരുന്നു ശശി തരൂർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസിൽ നിൽക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതേസമയം BJP-യുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് വലിയ ഓഫറുകൾ വന്നിരുന്നു എന്നുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു. എന്നാൽ BJP-യിൽ അദ്ദേഹം ചേരുന്നതിനേക്കാൾ ഒരുപക്ഷെ സാധ്യത ഇടതുമുന്നണിയോടൊപ്പം ചേരാനാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി തന്നെ കളമറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്താനുള്ള ശ്രമവും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു അനുനയ ചർച്ചയിലേക്കെല്ലാം തന്നെ നീങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ തരൂർ വീണ്ടും ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് അത് അംഗീകരിക്കാതെ വരികയാണെങ്കിൽ എന്തായിരിക്കും തരൂരിന്റെ അടുത്ത നിലപാട് എന്നതാണ് ഇവിടെ ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യം. തരൂർ കോൺഗ്രസിനൊപ്പം തന്നെ എല്ലാ അവഗണനകളും സഹിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകുമോ, അതല്ല തരൂർ BJP-യോടൊപ്പമോ ഇടതുമുന്നണിയോടൊപ്പം ചേരുമോ? ഇനി ഇത് രണ്ടുമല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുക്കുമോ, എഴുത്തിലേക്കും പ്രസംഗങ്ങളിലേക്കും മാത്രം അദ്ദേഹം നീങ്ങുമോ എന്നുള്ള ചോദ്യമെല്ലാം തന്നെ അവിടെ ഏറെ പ്രസക്തമായി തുടരുന്നുണ്ട്. പക്ഷേ അപ്പോഴും തരൂർ കോൺഗ്രസിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഏതെല്ലാം വോട്ടുകൾ അദ്ദേഹത്തിന് നഷ്ടമാകും? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ അലട്ടുന്ന പ്രധാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി നടക്കാനിരിക്കുന്ന യോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മറ്റു മുന്നണികൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കൃത്യമായ നിലപാട് സ്വീകരിക്കാനുള്ള മുന്നൊരുക്കം തന്നെ ആയിരിക്കാനുള്ള സാധ്യത ഏറെയാണ്.